ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ അർത്ഥസഹിതമുള്ള വിവരണത്തിൻ്റെ 9ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ അതിൻ്റെ 8ാമത്തെ ഭാഗത്തിൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ആരംഭിച്ചു. വന്ദന ശ്ലോകം, ധ്യാന ശ്ലോകം ഇവയെല്ലാം അതിനു മുമ്പ് വരെയുള്ള 7 ഭാഗങ്ങളിലുണ്ടായിരുന്നു. ഇതെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, അർത്ഥം മനസ്സിലാക്കി ഭക്തിയോടുകൂടി. അർത്ഥം മനസ്സിലാക്കിയാൽ പോരാ, നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ, നാമങ്ങൾ ഇതിനെല്ലാം ഭക്തി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ജപിക്കുന്നത് കൊണ്ടുള്ള മുക്തി കൈവരുന്നത്. ആ ഭക്തിയിലൂടെയാണ് ഓരോന്നും നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വെറും അധര വ്യായാമം, കുറച്ച് സമയവും പോയി നമ്മളിങ്ങനെ അധരം കൊണ്ട്, ചുണ്ടുകൾ കൊണ്ടൊരു വ്യായാമം ചെയ്യുന്നത് പോലെ തോന്നും. ഭക്തിയോടെ ജപിക്കണമെങ്കിൽ ഭക്തിസാന്ദ്രമായ വിവരണത്തിലൂടെ നമ്മൾ ഹൃദയം കോൾമയിർ കൊള്ളണം. നമ്മുടെ ആ ഭക്തിയിലൂടെ നമുക്കുണ്ടാകുന്ന ആനന്ദ അനുഭൂതി നമ്മുടെ ഓരോ രോമകൂപങ്ങളെയും ത്രസിപ്പിക്കണം. ഒരു ശരീരത്തിനുണ്ടാകുന്ന ഒരു പ്രതിഫലനമായി, പ്രതിസ്ഫുരണമായി ഇങ്ങനെ നിലകൊള്ളണം. അങ്ങനെയാണ് നമ്മൾ ആ ഓരോ മന്ത്രങ്ങളും ഓരോ നാമജപങ്ങളും ഭഗവാന്റെ മുന്നിൽ ഒരു അർച്ചന പുഷ്പം പോലെ സമർപ്പിക്കേണ്ടത്. അത് നാം സ്വയം, നമ്മൾക്ക് ഭഗവാൻ കുടിയിരിക്കുന്ന ഈ ശരീരം കൂടെ നമ്മളങ്ങ് സമർപ്പിക്കുകയാണെന്ന് നമുക്ക് അനുഭവം വരണം. അങ്ങനെയാണ് അതൊരു പൂർണ്ണ സമർപ്പണം. അല്ലാതെ ശരീരം വേറെ, ഭഗവാൻ വേറെ, ഞാൻ വേറെ, ഇങ്ങനെയല്ല. ഇത് ഞാൻ കുടികൊള്ളുന്ന ഈ ശരീരം ഭഗവാൻ തന്നെയാണല്ലോ. ഒരു ചെറിയ നദി ഒഴുകുന്നത് എങ്ങോട്ടായിരിക്കും? ഒരു വലിയ നദിയിലേക്കായിരിക്കും. ആ വലിയ നദി എങ്ങോട്ടായിരിക്കും ലക്ഷ്യം വെക്കുന്നത്? ഒരു മഹാസമുദ്രത്തിനെ ആയിരിക്കും. അപ്പോൾ ചെറിയ നീര് ഉറവകളാണ് നാം ഓരോരുത്തരും. കണ്ടിട്ടില്ലേ, നമ്മൾ മലപ്രദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളി നാരികൾ പോലെ ഇങ്ങനെ ജലം ഇങ്ങനെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളച്ചാട്ടമല്ല, ചെറിയ നീരുറവകൾ പോലും. ആ ചെറിയ നീരുറവകളാണ് നമ്മൾ ഓരോരുത്തരും. അതൊക്കെ ചെന്ന് പതിക്കുന്ന മഹാസമുദ്രമാണ് ഭഗവാൻ. സമുദ്രം കാത്തിരിക്കുകയാണ് ഈ ഓരോ നീരുറവകളെയും തൻ്റെ ഹൃദയത്തിലേക്ക് ആവഹിക്കുവാൻ, തന്നിൽ തന്നെ ലയിച്ചൊന്നായി തീരുവാൻ. ഈ നദിയിലെ ജലം സമുദ്രത്തിൽ ചെന്ന് പതിക്കുമ്പോൾ നദീജലം എന്തേ, സമുദ്രജലം എന്തേ, വല്ലതും തിരിച്ചറിയാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. അതുകൊണ്ടാണ് അത് ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുമ്പോൾ ഒന്നായി വിലയം കൊള്ളുന്നത്. എൻ്റെ ശബ്ദം കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടു, ഇത്തിരി കൂടി കൂട്ടി പറയൂ എന്ന്. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാതെ ശബ്ദം താണു പോകുന്നതാണ്. എനിക്ക് ഉയർത്തി സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ശബ്ദം താന്ന് ആ ഭഗവാനിൽ തന്നെ ലയിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അത് ശബ്ദം ഉയർത്തി പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആ ഭഗവാന്റെ ലയനത്തിൽ നിന്ന് അതിനുള്ളൊരു മാറ്റം വരും. നമ്മൾ എത്ര ഭഗവാനോട് അടുത്ത് വരും തോറും നമുക്ക് ശബ്ദമോ, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടേതായ ഒരു ഉണ്മ, ഒരു സത്തോ ഇല്ലാതെ വന്നിട്ട് ആ സത്ത് ഈ പരമമായ സത്തിലേക്ക് ഈ നദീജലങ്ങളെല്ലാം മഹാസമുദ്രത്തിൽ ലയിച്ചു ചേരുമ്പോൾ ആ നിതാന്തമായ ഒന്നുചേരൽ, ഒരു ശാന്തത, ഒരു ലയനം, അതിനൊരു പ്രത്യേകിച്ച് ശബ്ദമുണ്ടോ? ആത്മനിർവൃതിയുടെ ഭാഷയേ അവിടെയുള്ളൂ. ആ നിർവൃതിയുടെ ഭാഷ നിതാന്ത മൗനമാണ്. ആ മൗനത്തിലൂടെയാണ് മഹാസാഗരങ്ങളെ നമുക്ക് ഒന്നിപ്പിക്കാൻ കഴിയുന്നത്. ആ സാഗര തുല്യമായി ഹൃദയം ലയിച്ചു പോരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നില്ല, നമ്മളുടെ ഭാഗങ്ങളിലേക്ക് തന്നെ വരാം. സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഭഗവാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അതിനൊരന്തവുമില്ല. അങ്ങനെ സംസാരിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇന്നലെ 1ാമത്തെ ശ്ലോകമായിരുന്നു നമ്മൾ വിശകലനം ചെയ്തത്. ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു
ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. ഇന്ന് രണ്ടാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഇന്നലെ ആ വഷട്കാരഹ എന്ന ആ ശബ്ദത്തിലൂടെ വഷട് എന്ന വേദമന്ത്രം, അതായത് ഓരോ യജ്ഞവും നടത്തുന്ന പുരോഹിതന്മാർ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ വഷട്കാര എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണോ ഈ യജ്ഞങ്ങൾ ചെയ്യുന്നത്, അതെല്ലാം അവിടെ ആ ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആ വാക്കിനർത്ഥം. അതാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിലെ ഇന്ദ്രദർപ്പഹരണം എന്ന ആ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ആ ദേവേന്ദ്രന് വേണ്ടി യജ്ഞം നടത്തുന്നു. അപ്പോൾ ദേവേന്ദ്രന് വേണ്ടിയല്ല, ഗോവർദ്ധനത്തിന് വേണ്ടിയാണ് യജ്ഞം നടത്തേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം എന്താണ്? ആ ഒരു കുട്ടിയായി അവിടെയൊക്കെ ഓടി നടക്കുന്ന ഭഗവാനാണ് ഈ ദേവേന്ദ്രന് ആ സ്ഥാനം കൊടുത്തതും ദേവേന്ദ്രനെ തൻ്റെ ഡ്യൂട്ടികളെല്ലാം ഏൽപ്പിച്ചതും. അല്ലാതെ ദേവേന്ദ്രൻ മഴ പെയ്യിച്ചിട്ടല്ല അവിടെയെല്ലാം കൃഷിക്ക് അനുയോജ്യമാവുകയും കന്നുകാലികൾക്ക് മേയുവാനുള്ള ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ദേവേന്ദ്രന്റെ മഹിമ കൊണ്ടല്ല. ദേവേന്ദ്രനെ ആ ജോലി ചെയ്യിച്ചിട്ട് ആ മഴമേഘങ്ങളെ കൊണ്ട് ആ ഇന്ദ്രൻ ആ ജോലി ചെയ്യിക്കുന്നത്, മഴ പെയ്യിക്കുന്ന ജോലി ഇന്ദ്രന് കൊടുത്തതാരാണ്? ഭഗവാനാണ്. അതിനുള്ള കഴിവും ശക്തിയും കൊടുത്തതാരാണ്? ഭഗവാനാണ്. ഇതുപോലെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ ഈ ജീവിതത്തിൽ ഒരു ഡ്യൂട്ടി തന്നിട്ടുണ്ട്. നമ്മൾ അത് ചിലർ അവരുടെ കഴിവുകൾ പൂർവ്വജന്മാർജിതമായ കഴിവനുസരിച്ച് അവരതിൻ്റെ ശ്രേഷ്ഠതയിലെത്തുന്നു. മറ്റു ചിലർ ആ കഴിവുണ്ടെങ്കിലും പുറത്തറിയാതെ ഏതൊക്കെയോ പാതാള ലോകങ്ങളിലൊക്കെ ജീവിക്കുന്ന പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ചിലർ അവനവനെ ഏൽപ്പിച്ച കുടുംബകാര്യങ്ങളുടെ കർമ്മങ്ങളിൽ അനുഷ്ഠിച്ച് ജീവിക്കുന്നു. ചിലർ ഒന്നുമല്ലാതെ കുടുംബമില്ലാതെ ജീവിക്കാനുള്ള കർമ്മങ്ങളിലായിരിക്കാം ചിലർ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുവാൻ ഏത് കർമ്മവും ഒറ്റയായി ജീവിച്ചാലും കൂട്ടായി ജീവിച്ചാലും സമൂഹത്തിൽ ഏറ്റവും വലിയവനായി ജീവിച്ചാലും നായകനായാലും വില്ലനായാലും ആരായാലും ശരി, ഈ ജോലികൾ ഏൽപ്പിച്ച് വിട്ട ആളാണ് ഇതിൻ്റെ യഥാർത്ഥ കാരകൻ. ആ യഥാർത്ഥത്തിലുള്ള ആ ഭഗവാനാണ് ഇവരെയൊക്കെ ഓരോ ജോലി ചെയ്യാൻ ഏൽപ്പിച്ച് വിട്ടത്. ദേവേന്ദ്രൻ ആ ഡ്യൂട്ടി കൊടുത്തെങ്കിൽ നമുക്കും ധാരാളം ഡ്യൂട്ടി ഭഗവാൻ തന്നിട്ടുണ്ട്. നമ്മുടെ ഡ്യൂട്ടി ആണ് നമ്മൾ നിത്യേന ചെയ്യുന്നത്. ഇവിടെ ഓരോ ദിവസവും ചെയ്യുന്ന ജീവിതങ്ങൾ, അനുഭവങ്ങൾ, ജീവിതത്തിലെ ഓരോന്നും ആ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളാണ് ഓരോ ദിവസവും നാം അനുഭവിക്കുന്നത്. അതാണ് ജീവിതം. അപ്പോൾ ആ ഡ്യൂട്ടി തന്ന ഭഗവാനെയാണ് ഭഗവാൻ പറയുകയാണ്, എന്തിനാണ് ദേവേന്ദ്രനെ യാഗം നടത്തുന്നത്? ഞാനിവിടെ ഇല്ലേ, ഞാനല്ലേ ദേവേന്ദ്രൻ ഇതെല്ലാം കൊടുത്തത് എന്ന് ഭഗവാൻ ഉള്ളിൽ പറയുന്നുണ്ട്. എങ്കിലും തൻ്റെ പിതാവിനോട് പറയുകയാണ്, അച്ഛാ ദേവേന്ദ്രനെ അല്ല പൂജിക്കേണ്ടത്, ഈ ഗോവർദ്ധനത്തെയാണ്. ഗോവർദ്ധനമല്ലേ നമുക്ക് പശുവിന് പുല്ലെല്ലാം തരുന്നതും മഴ പെയ്യിക്കുന്നതും കാർമേഘങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തി ഉയർന്നു നിൽക്കുന്ന പർവ്വതമല്ലേ മഴ പെയ്യിക്കുന്നത്. അപ്പോൾ ദേവേന്ദ്രനെ എന്തിനാണ് പൂജിക്കുന്നേ? അപ്പോൾ പ്രകൃതിയെ പൂജിക്കാൻ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണത്. ആ ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ദ്രദർഭഹരണം എന്ന ഭാഗമായിരുന്നു ഭാഗവതം പാരായണം ചെയ്തത്. അന്നേരം എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നിയ ആശയങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഇന്ദ്രന് കൊടുത്ത ആ ഇന്ദ്രന്റെ ആ യാഗത്തിന്റെ ആ ഹവിസ് സമർപ്പിക്കുമ്പോൾ അത് ഭഗവാനിലാണ് എത്തുന്നത്. അതാണ് വഷട്കാരഹ എന്ന ആ വാക്കുകൊണ്ട്, എന്ന ആ മന്ത്രം കൊണ്ട്, ഭഗവാന്റെ ഗുണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രന് കൊടുത്താലും അഗ്നിക്ക് കൊടുത്താലും വരുണന് കൊടുത്താലും ആർക്ക് യാഗം നടത്തിയാലും അതിൻ്റെ കാരകൻ ആരാണ്? അതെല്ലാം സ്വീകരിക്കുന്ന ആള്, കർത്താവും സ്വീകർത്താവും എല്ലാം ഭഗവാൻ തന്നെയാണെന്നാണ് നമ്മൾ ആ ആദ്യത്തെ ശ്ലോകത്തിലെ ആ വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. പൂതാത്മാ പരമാത്മാച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോ അക്ഷര ഏവച. ഈ രണ്ടാമത്തെ ശ്ലോകത്തിലെ ഓരോ നാമങ്ങളെടുത്ത് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് പൂതാത്മാ. പൂതം എന്ന് വെച്ചാൽ പൂതം പരിശുദ്ധം. പൂതാത്മാ പരിശുദ്ധമായ ആത്മസ്വരൂപത്തോടു കൂടിയവൻ, അതായത് സത്വഗുണം മാത്രം സ്വീകരിച്ച ആ ഭഗവാൻ. സത്വഗുണവും ഒരു ഗുണങ്ങളും ഭഗവാനില്ല, സത്വഗുണത്തിനും അതീതനാണ്. പരമാത്മ ചൈതന്യം ഭഗവാനിൽ നിന്നാണ് ഈ ത്രിഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സത്വഗുണവും പൂർണ്ണമായും സത്വഗുണത്തിലിരിക്കുന്ന ആളാണ് ഭഗവാൻ. സത്വഗുണത്തിൻ്റെ ഏറ്റവും പരിപൂർണതയായിട്ടുള്ള ആ ശുദ്ധ സ്ഫടിക രൂപം സ്വീകരിച്ച
ആ പരിശുദ്ധമായ ആത്മസത്തയോടു കൂടിയ ഗുണത്തോടു കൂടിയ ഭഗവാന്റെ ആ ശുദ്ധ സ്ഫടികമായിട്ടുള്ള ആത്മസത്തയുടെ ഗുണമാണ് പൂതാത്മ എന്ന നാമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൂതാത്മ. അടുത്ത നാമം പരമാത്മാ. നമ്മൾ ഇന്നലെ 9ാമത്തെ നാമം ഭഗവാന്റെ ആ ഗുണം വരെയായിരുന്നു ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ വിവരിച്ചത്. ഇന്ന് 10ാമത്തേതാണ് പൂതാത്മ. അടുത്തതാണ് പരമാത്മാ. പരം ആത്മാ, എല്ലാറ്റിൻ്റെയും പരമമായ ആത്മാവായി, അതായത് ഒരു ശ്രേഷ്ഠമായ സ്ഥാനത്ത് പരമാത്മ ചൈതന്യമായി നിലകൊള്ളുന്നത് പരമമായ ആത്മ. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തിൻ്റെ പരമമായ ആത്മാവ്, അവരുടെ എല്ലാം നേതാവ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ധാരാളം തുള്ളികളായ ചെറിയ ചെറിയ അരുവികൾ ഒരു മഹാസമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ ഈ തുള്ളികളുടെ എല്ലാം ഉടമസ്ഥനാരാണ്? ഭഗവാനാണ്. ആ ഭഗവാനാകുന്ന സമുദ്രത്തിൽ നിന്ന് തെന്നിത്തെറിച്ച തുള്ളികൾ മാത്രമാണ് നാം ഓരോരുത്തരും. അപ്പോൾ ആ പരമമായ ആത്മാവിലേക്ക് ലയിക്കുന്ന ജീവാത്മാക്കളാണ് നമ്മൾ ഓരോരുത്തരും, ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും. അപ്പോൾ ആ ഭഗവാനാണ് ഇതിൻ്റെ എല്ലാം ആത്മചൈതന്യത്തിന്റെ ശ്രേഷ്ഠമായ സ്ഥാനത്തിരുന്നിട്ട് ബാക്കി എല്ലാറ്റിനെയും തന്നിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടുവിക്കുകയാണ്. അതൊന്ന് മനോമുഖരത്തിലൊന്ന് ഒരു ചിത്രം ചെയ്തു നോക്കി. പരമാത്മ ചൈതന്യം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് അനന്തകോടി ജീവാത്മാക്കൾ ഇങ്ങനെ ഭൂമിയിൽ, പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവഹിച്ചതെല്ലാം വീണ്ടും കറങ്ങി ഭഗവാനിൽ തന്നെ ലയിക്കുന്നു. വീണ്ടും ഭഗവാനിൽ നിന്ന് ആരംഭിക്കുന്നു, വീണ്ടും തുടങ്ങി കറങ്ങി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ഒരു ചാക്രികത, ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു സൈക്കിൾ, ഒരു വൃത്തം. അതുകൊണ്ടാണ് എല്ലാ യുഗങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീണ്ടും പുനരാവർത്തിക്കുന്നത്. അപ്പോൾ പരമാത്മാ എന്ന് വെച്ചാൽ എല്ലാറ്റിൻ്റെയും പരമമായിട്ടുള്ള ആത്മാവായി, പരമചൈതന്യമായി ശ്രേഷ്ഠമായ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ, ഓരോ ജീവാത്മാവിൻ്റെയും ആചാര്യൻ, ആ സ്വാമി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഭഗവാനെ. ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. മുക്താനാം പരമാഗതി, അതായത് മുക്തന്മാരായിട്ടുള്ളവരുടെ, അതായത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തരാകുന്ന മഹർഷിമാരുണ്ട്, യോഗീശ്വരന്മാർ. അവരുടെ ഏക ലക്ഷ്യം എന്താണ്? അവർക്ക് ആ പരമാഗതി, പരമമായ ഗതി ലക്ഷ്യം അല്ലെ യാത്ര. അപ്പോൾ അവരുടെ ആ മുക്തന്മാരുടെ പരമമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അവസാനമായിട്ടുള്ള ആ ഗതി, ആ യാത്ര, ആ ലക്ഷ്യം എന്താണോ അതിന് സഹായിക്കുന്നവൻ, അല്ലെങ്കിൽ ആ ഗതിയായി മാറിയവൻ, മുക്തന്മാരായ ജീവൻ മുക്തന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരുടെ ലക്ഷ്യമായിരിക്കുന്ന ആ ഭഗവാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തന്മാരാകുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ മുൻപ് ധാരാളം വീഡിയോകളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാനെ തന്നെ ചിത്തവൃത്തി നിരോധനം നടത്തി മനസ്സിൻ്റെ ചിന്തകളെ എല്ലാം അടക്കി ഏകാഗ്രസ്ഥാനത്ത് മനസ്സിനെ ഇരുത്തിക്കൊണ്ട് നമ്മൾ നിരന്തരം നമ്മിലിരിക്കുന്ന ഞാനിനെ, ബോധത്തെ തിരിച്ചറിയുന്ന അവസ്ഥയാണ് ജീവൻ മുക്തൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തന്മാരാകാം. എന്തിൽ നിന്നാണ് മുക്തനാകുന്നത്? ജീവിതത്തിൽ നിന്നാണോ? നമ്മൾ ജീവൻ മുക്തൻ എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും വിചാരിക്കും മരിച്ചിട്ട് ജീവൻ മുക്തനായി പോകുന്നതാണെന്ന്. അല്ല, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവനെ മുക്തനാക്കാൻ കഴിയും. സംസാര ബന്ധത്തിൽ നിന്ന്, സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തനാകുക എന്നാണ് അർത്ഥം. അപ്പോൾ സംസാര ദുഃഖം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് കൊണ്ടാണ്, ശരീരത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള, ശരീരമാണെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? സംസാര ബന്ധനം, സംസാര ജീവിതത്തിൻ്റെ ആ സാഗരം നമ്മളിൽ വന്ന് ആഞ്ഞ് അലയടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സംസാരത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഈ ശരീരത്തിൽ കുടികൊള്ളുന്നത് ഈശ്വര ചൈതന്യമായ, പരമാത്മ ചൈതന്യമായ ബോധമാണെന്നും ഞാൻ ഈ ശരീരം മാത്രം കൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല, ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന എനർജിയാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ ഞാനിനാണോ ശരീരത്തിനാണോ പ്രാധാന്യം? അവിടെ ഞാനില്ലാതെ ശരീരം പ്രവർത്തിക്കില്ല. നിശ്ചലമായി ജഡമായി കിടക്കുന്ന ശരീരത്തിൽ ഇരുന്നിട്ട് ഞാൻ എന്ന ബോധമുണ്ടോ? ഇല്ല. ഉറങ്ങുമ്പോൾ ഞാനെന്ന ബോധമുണ്ടോ? ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിയുമ്പോൾ ഇല്ല. അവിടെ നമ്മൾ
സ്ത്രീയാണോ പുരുഷനാണോ, നമ്മൾ എവിടെ കിടന്നുറങ്ങുന്നു എന്ന് വല്ല ബോധമുണ്ടോ? തിരിച്ച് ബോധം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ പ്രാണനിലേക്ക് സന്നിവേശിച്ച് കഴിഞ്ഞ് നമ്മൾ ഉണരുമ്പോഴാണ് ഞാൻ ഇന്നലെ എത്ര നേരം ഉറങ്ങിയെന്നോ അല്ലെ എവിടെ കിടന്നുറങ്ങിയെന്നോ, വീട്ടിലാണോ അതോ മറ്റു വീടുകളിലാണോ എവിടെയാണെന്നൊക്കെയുള്ള ബോധം വരുന്നത്. അപ്പോൾ ആ ബോധം നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ ആ ബോധം ആണ് ഞാൻ. ആ ബോധമില്ലെങ്കിൽ ഈ ജഡം ഉണരില്ല. ഈ ജഡശരീരത്തിനെ ഉണർത്തുന്ന ബോധമാണ് ഞാനെന്നുള്ള തിരിച്ചറിവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടുന്നവരാണ് ജീവൻ മുക്തർ. അപ്പോൾ അവർ ആ ശരീരത്തിന് സുഖിക്കുവാനുള്ള ആ സന്തോഷങ്ങളെക്കുറിച്ച് ചൊല്ലി വിഷമിക്കുകയോ ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി ഇവിടെ കിടന്ന് നെട്ടോട്ടം ഓടുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെയാണ് സമാധാനമായി ജീവൻ മുക്തരായി മാറുന്നവർ ജീവിക്കുന്നത്. ആ ജീവൻ മുക്തരായവരുടെ പരമമായ ഗതി, പരമമായ ലക്ഷ്യമാണെന്ന് ഭഗവാൻ. അപ്പോൾ മുക്താനാം പരമാഗതി. അടുത്ത നാമമാണ് അവ്യയ. അവ്യയഃ. മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി എന്ന് തുടങ്ങുന്ന അടുത്ത വരി. അതിൽ അവ്യയഃ എന്ന് വെച്ചാൽ അവ്യയം, വ്യയം, അവ്യയം. വ്യയത്തിന്റെ ഓപ്പോസിറ്റാണ് അവ്യയം. വ്യയം എന്നാൽ എന്താണ്? വ്യയം എന്ന് വെച്ചാൽ കുറവ് അല്ലെങ്കിൽ മാറ്റം. ആ കുറവ് സംഭവിക്കാത്തതിനെയാണ് അവ്യയം. ഒരു കുറവുമില്ലാത്ത, ഒരു കുറവും ബാധിക്കാത്ത, ഒരു വ്യയവും സംഭവിക്കാത്തവനാണ് ഭഗവാൻ. ആ ഗുണമാണ് അവിടെ ആ നാമത്തിലൂടെ പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ എന്ന് നമ്മൾ ഉപനിഷത്ത് മന്ത്രം ഓം പൂർണ്ണമദം പൂർണ്ണമിദം എന്ന് തുടങ്ങുന്നത് നമ്മൾ ജപിക്കുമ്പോൾ അതിൽ പറയുന്നത് എന്താണ്? പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഒരു പൂർണ്ണത്തിൽ നിന്ന് അനേകം പൂർണ്ണങ്ങൾ ഉണ്ടായാലും നമ്മൾ പൂർണ്ണത സ്വീകരിച്ച ആദ്യത്തെ പൂർണ്ണത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. ഇതൊരു വേദമന്ത്രം തന്നെയാണ്. കാരണം എന്താണ്? ഒരു നിറദീപത്തിൽ നിന്ന് അനേകായിരം ദീപങ്ങൾ നമ്മൾ കൊളുത്തിയാലും കൊളുത്തുന്ന ദീപങ്ങളെല്ലാം പൂർണ്ണമാണ്. പക്ഷെ കൊളുത്തപ്പെട്ട ആദ്യത്തെ ദീപമോ അതും പരിപൂർണമാണ്. അതിനൊരു കുറവും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഞാൻ മുൻപ് തൊട്ട് പറഞ്ഞത്. ആ ഭഗവാനാകുന്ന പരമാത്മ ചൈതന്യം പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആള്, അതിൻ്റെ മേലധ്യക്ഷൻ, അതിൽ നിന്ന് അനേകായിരം ജീവജാലങ്ങളാകുന്ന ആ ജീവാത്മാക്കൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു, തിരിച്ചതിൽ ചെന്ന് ലയിക്കുന്നു. അതിനൊരു മാറ്റവുമില്ല. കടലിലേക്ക് അനേകം ആ സമുദ്രത്തിലേക്ക് അനേകം നദികൾ വന്നാലും ആ സമുദ്രത്തിനൊരു ചലനവുമില്ല. ജലനിരപ്പ് ഉയരുകയോ താഴുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയില്ല. അതിങ്ങനെ നിതാന്തമായ ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നു. ഇതിങ്ങനെ വന്നുകൊണ്ട് പോകുന്നു, അതിൽ നിന്ന് തിരികെ ഒഴുകുന്നു, അവിടെ ചേരുന്നു, വീണ്ടും ഒഴുകുന്നു, വീണ്ടും ചേരുന്നു എന്ന് പറഞ്ഞതുപോലെ എന്തെല്ലാം ജീവജാലങ്ങൾ ഇവിടെ പുതുതായിട്ട് വന്നാലും പഴയവ നശിച്ചാലും ആ നശിച്ച് ഭഗവാനിലേക്ക് കൽപ്പാന്തത്തിൽ ചെന്ന് അടുത്താലും ഭഗവാന്റെ വലിപ്പം അങ്ങനെ തന്നെ ഇരിക്കും. അതിൽ നിന്ന് വീണ്ടും സൃഷ്ടികൾ എടുത്താലും ഭഗവാന്റെ വലിപ്പത്തിന് യാതൊരു കുറവും സംഭവിക്കില്ല. അതാണ് അവ്യയം എന്ന് വെച്ചാൽ ഒരു വ്യയവും ഒരു കുറവും അവിടെ സംഭവിക്കുന്നില്ല. ഈ അനന്തകോടി ജീവജാലങ്ങളും ഈ ഭൂരൂപങ്ങളും എല്ലാം ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡങ്ങളും ഭഗവാനിൽ നിന്ന് പുറത്തേക്ക് വന്നെങ്കിലും ഭഗവാൻ അതിനൊരു കുറവുമില്ല. ഭഗവാന്റെ ശക്തിക്കും ഭഗവാന്റെ രൂപത്തിനും ഭഗവാന്റെ ആ സമൃദ്ധമായിട്ടുള്ള ഐശ്വര്യങ്ങൾക്കും ഗുണങ്ങൾക്കും ഒന്നും ഒരു കുറവും സംഭവിക്കുന്നില്ല. അതാണ് അവ്യയഃ. അടുത്തത് പുരുഷ. അവ്യയ പുരുഷ. പുരുഷ എന്ന് വെച്ചാൽ എന്താണ്? പുരമാകുന്ന, അതായത് പുരം ആകുന്ന, എന്തുവാ പുരം? ശരീരമാകുന്ന ആ പുരത്തിൽ വസിക്കുന്ന ആളാണ് പുരുഷൻ. ശരീരമാകുന്ന പുരം, ആ പുരത്തിൽ വസിക്കുന്ന ആളാണ് പുരുഷൻ. അത് വെച്ചാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ശരീരത്തിന് 9 ദ്വാരങ്ങളുണ്ട്. 9 ദ്വാരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ആ 9 വാതിലുകളോട് കൂടിയ ഒരു പുരയാണ് നമ്മളുടെ എല്ലാവരുടെയും ശരീരം. അതിൽ വസിക്കുന്ന ആത്മാവാണ് പുരുഷൻ. അപ്പോൾ അത് സ്ത്രീ ശരീരമായാലും പുരുഷ ശരീരമായാലും ആത്മാവിനെയാണ് അവിടെ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നു. ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ. ഇത് സ്ത്രീ ശരീരം സ്വീകരിച്ച ആത്മാവിനും പുരുഷ ശരീരം സ്വീകരിച്ച ആത്മാവിനും ഈ പുരുഷാർത്ഥങ്ങൾ
എല്ലാം ഈക്വൽ അല്ലേ, എല്ലാത്തിനും തുല്യമല്ലേ. അപ്പോൾ പുരുഷൻ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മളെല്ലാം പുരുഷന്മാരാണ്. ശരീരമാണ് കർമ്മഫലമനുസരിച്ച് സ്ത്രീ യോനിയിലോ ഒക്കെ പുരുഷ യോനിയിലോ ഒക്കെ നമ്മൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പുരത്തിൽ വസിക്കുന്നവനാണ് പുരുഷൻ. അതായത് പുരമാകുന്ന ശരീരത്തിൽ ഇങ്ങനെ വസിക്കുന്ന, അതാണ് നമ്മൾ ക്ഷേത്രജ്ഞനായിട്ടൊക്കെ ഭഗവാനെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പുരുഷൻ, അപ്പം ശരീരമാകുന്ന ആ പുരത്തിൽ, നവദ്വാരങ്ങളുള്ള ആ പുരത്തിൽ ജീവാത്മാവിൻ്റെ ചൈതന്യമായി, ആ ജീവാത്മ ചൈതന്യമായി വസിക്കുന്ന ആ ഭഗവാനെയാണ്, ആ അർത്ഥത്തിലാണ് പുരുഷ അല്ലെ പുരുഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവ്യയ പുരുഷ, അടുത്തതെന്താണ്? സാക്ഷി. അവ്യയ പുരുഷ സാക്ഷി. സാക്ഷി എന്ന് വെച്ചാൽ എന്താണ്? എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്നത്. അവ്യയ പുരുഷ സാക്ഷി. സാക്ഷി, ഇങ്ങനെ ഓരോ വാക്കിനും ഭഗവാന്റെ ഓരോ ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത്. സർവ്വതിനും സാക്ഷിയായി, സകലതും സാക്ഷിഭൂതനായി ഭഗവാൻ ജീവിക്കുകയാണ്, ഇങ്ങനെ നിലനിൽക്കുകയാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചെറിയ ചെറിയ വിഷാദങ്ങളും സന്തോഷങ്ങളും നിർവൃതികളും പോലും ആർക്കറിയാം? ഭഗവാൻ അറിയാം. കാരണം ഇവിടെ വിഷ്ണു എന്ന വാക്കിനർത്ഥം തന്നെ വ്യാപനശേഷിയുള്ളതെന്നാണ്. അതിങ്ങനെ എല്ലാറ്റിലും വ്യാപിച്ച് കിടക്കുന്നു. ജീവികളിൽ കയറുമ്പോൾ അത് പ്രാണവായുവിനെ നിലനിർത്തുന്ന ആത്മാവായിട്ട് വ്യാപിക്കുന്നു. പർവ്വതങ്ങളിലും വൃക്ഷങ്ങളിലും കടലിലും, അത് സമുദ്രങ്ങളിലും ഭൂമിയിൽ കാണുന്ന മറ്റ് ഭൂരൂപങ്ങളിലും എല്ലാം പ്രവേശിക്കുമ്പോൾ അതാതിൻ്റെ സത്തായിട്ടത് നിലനിൽക്കുന്നു, ഉണ്മയായി അത് നിലനിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഈ വിഷ്ണു എന്ന ആ ഒരു ശക്തി, മഹാവിഷ്ണു, വിഷ്ണു എന്ന് വെച്ചാൽ സ്ഥിതിയെ കാണിക്കുന്ന ഭഗവാന്റെ രൂപമാണ്. മഹാവിഷ്ണുവാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ തിങ്ങി നിൽക്കുന്ന ആ ആത്മസത്ത. അതില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ? നമ്മുടെ ഉള്ളിലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലിരുന്ന് നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സർവസാക്ഷിയായി ഇങ്ങനെ നമ്മൾ ചിത്രഗുപ്തൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊച്ചിലേക്ക് നമ്മളെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കും. ചിത്രഗുപ്തനെല്ലാം നമ്മൾ കാണുന്നതെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ചിത്രഗുപ്തൻ്റെ കണക്ക് യമധർമ്മൻ്റെ യമപുരിയിൽ വായിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റിനെല്ലാം നല്ല അടിയും ശിക്ഷയെല്ലാം വെച്ച് തരുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുമായിരുന്നു മുത്തശ്ശിമാരൊക്കെ കൊച്ചിലെ. പക്ഷേ ചിത്രങ്ങളൊക്കെ ഗുപ്തമായി എഴുതി വെച്ചിരിക്കുന്നത്, എഴുതുന്ന ആരാണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യമാണ്. ആ ചൈതന്യമാണ് നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെയും അത് സൂക്ഷ്മരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ സംഭരിച്ചു വെച്ചിരുന്നിട്ട് ആ കർമ്മത്തിൻ്റെ നന്മയും തിന്മയുമാകുന്ന ഫലങ്ങളാണ് പിന്നീട് അനുഭവിക്കാൻ നാം ഇവിടേക്ക് ജന്മമെടുത്തു വരുന്നത്. അപ്പോൾ അതിനെല്ലാറ്റിനും സാക്ഷിയാണ്, നാം ചെയ്യുന്ന എല്ലാറ്റിനും സാക്ഷിയാണ് ഭഗവാൻ. നമ്മൾ കരുതും നമ്മൾ ചെയ്യുന്നതും മനുഷ്യരെ 2-3 പേരെ മറച്ചു വെച്ചിട്ട് ആരും കാണുന്നില്ലെങ്കിൽ അത് സത്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് അങ്ങ് ചെയ്യുകയാണ്, കള്ളം ചെയ്താലും. അങ്ങനെയല്ല ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ എല്ലാ കള്ളങ്ങളും നിലനിൽക്കുന്നത്. ഭഗവാൻ കള്ളം കാണിച്ചു. എന്താണ്? എന്നിട്ട് നമ്മൾ ചോദിക്കുക, എന്നിട്ട് ഭഗവാൻ കൃഷ്ണരൂപത്തിൽ അവതരിച്ചിട്ട് എല്ലാ കള്ളങ്ങളൊക്കെ ചെയ്തിട്ട് കള്ളകൃഷ്ണ എന്നല്ലേ ഭഗവാനെ പറയുന്നതെന്ന്. എന്താണ് ഭഗവാൻ കള്ളം കാണിച്ചത്? ഓരോരുത്തരുടെയും ഭക്തരായിട്ടുള്ള ഗോപികമാര് എല്ലായ്പ്പോഴും ഭഗവാനെ ഓർക്കുവാനും ശ്രദ്ധിക്കുവാനും ഭഗവാനിൽ തന്നെ അവരുടെ ശ്രദ്ധ നിലനിർത്തുവാനും വേണ്ടി ഭഗവാനും വരുന്നുണ്ടോ, ഭഗവാൻ വന്നാൽ ഇത് മാറ്റിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ വരുമ്പോൾ ഇത് കൊടുക്കണം, ഭഗവാൻ മോഷ്ടിക്കാൻ വരുമ്പോൾ എടുക്കാൻ പാകത്തിന് ഇത് വെക്കണം എന്നൊക്കെ ഭഗവാനിലേക്ക് തന്നെ ശ്രദ്ധ അവരുടെ നിലനിൽക്കാൻ. കാരണം അവർ ഭഗവാനെ തന്നെ ആഗ്രഹിച്ച് അവർ എത്രയോ ജന്മങ്ങൾ ജീവിച്ചവരാണ്. അപ്പോൾ അതേ ലക്ഷ്യം തന്നെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് വരാൻ വേണ്ടി അവർ പുതിയ ജന്മമെടുത്തെങ്കിലും അവരുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി അവരുടെയൊക്കെ വീടുകളിൽ നിന്നും നവനീതമൊക്കെ മോഷ്ടിച്ച ആളാണ് കണ്ണൻ. അവരുടെ ഹൃദയമാകുന്ന ആ വെണ്ണയാണ്, ആ പുതിയ വെണ്ണ, നവനീതം. ആ നവനീത ചോരൻ എന്ന് ഭഗവാനെ അതിനാണ് പറയുന്നത്. അതൊക്കെയല്ലേ മോഷ്ടിച്ചത് കണ്ണൻ, അല്ലേ? അതെന്ത് വരുന്നു? മോഷണമാണോ കാണിച്ചത് കണ്ണൻ? അല്ല. അത് ഓരോരുത്തർക്കും ഭക്തരുടെ ഹൃദയത്തിൽ അവരുടെ എപ്പോഴും നിരന്തരം ഓർക്കാൻ വേണ്ടി ഭഗവാൻ കൊടുക്കുന്ന ഓരോ ട്രിക്കുകളാണതെല്ലാം. ഈ കാലഘട്ടത്തിലും ഭഗവാൻ നമുക്ക് അതുപോലെയുള്ള ട്രിക്സുകളൊക്കെ തരുന്നുണ്ട് ഭഗവാനെ ഓർക്കുവാൻ. പക്ഷെ നമ്മൾ അതൊക്കെ
പൂജാമുറിയിലിരിക്കുമ്പോഴോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴോ മാത്രം അതൊക്കെ എടുത്ത് ഭഗവാനെ ഒന്ന് ഓർത്തിട്ട് പിന്നെയും ഭഗവാനെ നമ്മുടെ ജീവിത തിരക്കിനിടയിൽ ഒരിടത്തേക്ക് മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു സമയം മാത്രം ഓർക്കും. പക്ഷെ ഗോപീജനങ്ങളെ ഭഗവാൻ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം അവർ പരമമായ മോക്ഷത്തിൻ്റെ അവസാന ജന്മമായിരുന്നു. പിന്നീട് അവർ ആ മോക്ഷത്തിലേക്ക് ചെന്ന് ഭഗവാനിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അതിനവരെ നിരന്തരം ഓർമ്മിപ്പിക്കണ്ടേ? ഒരു മറ്റൊരു ചിന്തയുമില്ലാതെ എന്നെ തന്നെ നിരന്തരം ഭജിക്കുന്നവർ എന്നിലേക്ക് തന്നെ ലയിക്കുന്നു. അപ്പോൾ ആ നിരന്തരം എന്നെ ഭജിക്കണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ എന്നെ എപ്പോഴും നിങ്ങൾ ഓർക്കണം. നമ്മളെല്ലായ്പ്പോഴും ഏതെങ്കിലും രൂപത്തിലൊക്കെ ഓർക്കും. ആരെയാണ്? നമ്മളെ സ്നേഹിക്കുന്നവരെയും നമുക്ക് ചുറ്റുപാടുമുള്ള നാം സ്നേഹിക്കുന്നവരെയൊക്കെ. അല്ലാതെ ഭഗവാനെയാണോ നാം നിരന്തരം ഓർക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, നമുക്ക് പ്രിയപ്പെട്ടവരായ നമ്മുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, സുഹൃത്തുക്കൾ, ഭർത്താവ്, ഇങ്ങനെയൊക്കെയുള്ളവരെയൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഭഗവാനെ നാം നിരന്തരം എപ്പോഴാണോ ഓർക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ് ഭഗവാൻ നമ്മിൽ ബലപ്പെടുന്നത്. അപ്പോൾ അവ്യയ പുരുഷ സാക്ഷി. ഇനി അടുത്തത് ക്ഷേത്രജ്ഞൻ. അത് നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രജ്ഞൻ. എന്തുവാണ് ക്ഷേത്രജ്ഞൻ? ക്ഷേത്രജ്ഞനായിട്ട് ഭഗവാൻ മാറുന്നത് എപ്പോഴാണ്? ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ക്ഷേത്രജ്ഞനായി ഭഗവാൻ കുടികൊള്ളുന്നു. മുമ്പേ പറഞ്ഞ് പുരത്തിൽ വസിക്കുന്ന ആളാണ് പുരുഷൻ. പുരമാകുന്ന ശരീരത്തിൽ വസിക്കുന്നവൻ പുരുഷൻ. ക്ഷേത്രമാകുന്ന ശരീരത്തിൽ വസിക്കുന്നവനാണ് ക്ഷേത്രജ്ഞൻ. ഗീതയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട തത്വങ്ങളെല്ലാമാണ് ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ ഭഗവാന്റെ ഓരോ ഗുണവിശേഷങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ക്ഷേത്രജ്ഞനായി ഭഗവാൻ, അതായത് ശരീരത്തെ ചലിപ്പിക്കുന്ന ക്ഷേത്രമാകുന്ന ശരീരത്തിൽ വിഗ്രഹമായി അല്ലെ ജീവാത്മാവായി കുടികൊള്ളുന്ന ആ പരമാത്മ ചൈതന്യം ക്ഷേത്രജ്ഞ അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞ അക്ഷര ഏവച. ക്ഷരം എന്ന വാക്കിന്റെ വിപരീതമാണ് അക്ഷരം. ക്ഷരം എന്നാൽ നാശത്തിന് ഇടയാകുന്നത്, നശിച്ചു പോകുന്നത്. അക്ഷരം എന്ന് വെച്ചാൽ ഒരിക്കലും നാശമില്ലാത്തത്, നാശരഹിതൻ എന്ന ഭഗവാന്റെ ഗുണത്തെയാണ് അക്ഷര എന്ന ആ ഒരു നാമത്തിലൂടെ ഇവിടെ പ്രകീർത്തിക്കുന്നത്. ഇപ്പം നമ്മൾ അക്ഷരങ്ങളിലൊക്കെ പഠിച്ചല്ലേ നമ്മൾ ജ്ഞാനത്തിലേക്ക് വരുന്നത്. അതെന്തുവാ? ക്ഷരമില്ലാത്ത, നാശമില്ലാത്തവയാണ് അക്ഷരം. അത് ഏതൊരാൾ അക്ഷരങ്ങൾ പഠിച്ച് ജ്ഞാനത്തിലൂടെ, വായനയിലൂടെ മുന്നോട്ട് പോകുന്നു, അവൻ്റെ അറിവ് ഒരിക്കലും നശിക്കുന്നില്ല. അതുപോലെ തന്നെ ആ എഴുത്തുമായി ബന്ധപ്പെട്ട ആ പുസ്തകങ്ങളും അറിവുമായി ബന്ധപ്പെട്ടവരുടെയും ആ ആത്മാവ് ഒരിക്കലും, അവരുടെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. പക്ഷെ അവരുടെ പ്രശസ്തിയും അവരെക്കുറിച്ചുള്ള ഓർമ്മകളും ഒരിക്കലും നശിക്കുന്നില്ല. ആ എഴുത്തുകാരുടെ കൃതികൾ പിന്നെയും എടുത്ത് ഓരോ തലമുറയും എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ വീണ്ടും ചിരഞ്ജീവികളായി മാറുകയാണ്. അങ്ങനത്തെ ഏറ്റവും വലിയ ചിരഞ്ജീവിയാണ് വേദവ്യാസ ഭഗവാനും വാത്മീകി മഹർഷിയുമെല്ലാം. ഇത് കാലാതീതമായിട്ടുള്ള സൃഷ്ടികളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതോളം വരുമോ മനുഷ്യരായിട്ടുള്ള ഏതെങ്കിലും എഴുത്തുകാർ എഴുതുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സൃഷ്ടി പോലും? മലയാളത്തിലെ ഏറ്റവും വലിയ കവിയായി, സംസ്കൃത പണ്ഡിതനായി അറിയപ്പെടുന്ന കാളിദാസ മഹാകവി, അദ്ദേഹം എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള കൃതികൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതെടുത്ത് എല്ലാവരും സാമാന്യ ജനം നിത്യേന പാരായണം ചെയ്യുന്നുണ്ടോ? സ്കൂളുകളിലോ കോളേജിലോ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. എന്നാൽ വേദവ്യാസ ഭഗവാന്റെയും വാത്മീകി മഹർഷിയുടെയും കൃതികൾ അത് എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് എഴുതിയത്, 10,000 വർഷങ്ങൾ മുമ്പ് എഴുതിയത് നമ്മൾ നിത്യപാരായണത്തിന് വിശകലനം ചെയ്യുന്നു. അത് പാരായണം ചെയ്യുമ്പോൾ അവരെ നമ്മൾ ഓർക്കുന്നു, അവരെ നമിക്കുന്നു, സ്മരിക്കുന്നു. അതാണ് അക്ഷരത്തിൻ്റെ ആ അനശ്വരത. അപ്പോൾ ക്ഷേത്രജ്ഞ അക്ഷര ഏവച. അപ്പോൾ ക്ഷരമില്ലാത്ത, നാശമില്ലാത്തവനായ ആ ഭഗവാനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പം നാശമില്ലാത്തത് എന്തിനാണ്? ശരീരത്തിനാണോ ആത്മാവിനാണോ? ആത്മാവ് നാശമില്ലാത്തവനായി എന്നും ഇവിടെ നിലനിൽക്കുന്നു. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനനോട് പറഞ്ഞത്. അല്ലയോ അർജുന, ഞാനും നീയും എല്ലാവരും എന്നേക്കും ഇവിടെയുള്ളതാണ്. ആരും
പുതുതായി ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ആരും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ശരീരമാണ് ജനിമരണ ചക്രങ്ങളിൽ പെടുന്നത്. നാം എല്ലാവരും എന്നേക്കും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഈ രണ്ടാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഓരോ ശ്ലോകങ്ങൾ എല്ലാ ദിവസവും വിശദീകരിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. വെറുതെ അർത്ഥം പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു ഭക്തിയുടെ ഭഗവാന്റെ ഒരു പ്രതിഫലനം നമ്മൾ ഉണ്ടാവുകയില്ല. അർത്ഥത്തെക്കാൾ ഉപരി അർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തത്വവും ഭക്തിയും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണം. അപ്പോഴേ ആ പാരായണം കൊണ്ട്, മന്ത്രജപം കൊണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരെയും ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.